എല്ലാവർക്കും ടെക് ഇൻ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് എങ്ങനെ വൈറലാക്കാമെന്നതിനെ കുറിച്ചാണ്. നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. ആ വീഡിയോകളൊന്നും അധികം വ്യൂസൊന്നും കിട്ടാറില്ല. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വ്യൂസ് കിട്ടാനുള്ള ഒരു ചെറിയ ട്രിക്കാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു, ആ വീഡിയോക്ക് മാക്സിമം റീച്ച് ലഭിക്കാൻ, അതായത് വൈറലാവുക, അത്യാവശ്യം ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ട്രിക്ക് ഞാൻ ഉപയോഗിച്ച് വിജയിച്ചൊരു ട്രിക്കാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഞാനിപ്പോൾ എൻ്റെ ഈ ചാനൽ തുടങ്ങിയിട്ട്, ഈ ടെക് ഇൻ മലയാളം എന്ന ഈ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4 മാസമായി. ഞാൻ വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാറില്ല. ബട്ട് ഇനി മുതൽ ഞാൻ ഈ ചാനൽ നമ്പർ ശ്രദ്ധിച്ച് നോക്കാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്കിപ്പോൾ കാണാൻ പറ്റും എൻ്റെ ഒരു 2 വീഡിയോസ് ഇപ്പോൾ അത്യാവശ്യം ഒരു 1K അല്ലെങ്കിൽ 2K വ്യൂസൊക്കെ എത്തിക്കാണാൻ പറ്റും. ആദ്യത്തെ ഒരു ടോപ്പ് 5 മൂവി ഡൗൺലോഡിങ് വെബ്സൈറ്റ് എന്നൊരു വീഡിയോ ആണ്. ഇതിന് 2.2K വ്യൂസ് ഉണ്ട്. കാരണം ഇത് ഞാൻ മാക്സിമം ഷെയർ ചെയ്തിട്ടൊന്നുമില്ല. കാരണം ഇത് തന്നെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ വ്യൂവരാണ്. അപ്പോൾ ഞാൻ റിവ്യൂ ചെയ്യുന്നതിൻ്റെ പ്രൊഡക്ട്സ് എങ്ങനെ ലഭിക്കും എന്നുള്ളൊരു വീഡിയോക്ക് 1.8K വ്യൂസ് ഉണ്ട്. ബാക്കിയുള്ള വീഡിയോകൾക്കൊന്നും വ്യൂ ഇല്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത്തരം ഒരു വീഡിയോകൾക്കൊക്കെ വ്യൂ കൂട്ടാൻ പറ്റുക എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് യൂട്യൂബിലും മറ്റു മണി ഏണിങ്സുമായി ബന്ധപ്പെട്ട എല്ലാവിധ ടിപ്പും നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഈ ട്രിക്കിനെ കുറിച്ച് പറയാൻ പോവുകയാണ്. ഉദാഹരണത്തിന് നമ്മൾ യൂട്യൂബ് തുറന്നാൽ ഒരുപാട് വീഡിയോകൾ കാണാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് അൺബോക്സിങ് ഡ്യൂട്ട്, ഇദ്ദേഹത്തിൻ്റെ വീഡിയോകൾക്കൊക്കെ മാക്സിമം റീച്ച് ലഭിക്കുന്നുണ്ട്. അത് ഇദ്ദേഹത്തിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്യുകയാണ്. അതിപ്പോൾ നമ്മളൊരു ഉദാഹരണത്തിന് ഇപ്പോൾ ടോപ്പ് ഇയാളുടെ ഒരു ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയ ഒരു വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയ ഒരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ നമ്മൾ എന്താണോ സബ്ജക്റ്റ് ടോപ്പിക് സെലക്ട് ചെയ്തിട്ടുള്ളത് അത് ജസ്റ്റ് ഗൂഗിൾ ടൈപ്പ് ചെയ്ത ശേഷം അത്യാവശ്യം റീച്ച് കിട്ടിയ ഒരു വീഡിയോ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, വീട്ടിൽ നെറ്റ് ഇല്ലേ, ഈ ഒരു വീഡിയോക്ക് നമുക്ക് നോ നെറ്റ്വർക്ക്, ഹൗ ടു ഗെറ്റ് നെറ്റ്വർക്ക് എന്നുള്ള ഈ വീഡിയോയുടെ ഇത് നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. അതായത് ഇതിൻ്റെ ഒരു കണ്ടൻറ്റ് ടോപ്പിക് ഉണ്ടാവും. അതായത് കണ്ടൻറ് ടെസ്റ്റ്, മെയിനായിട്ടുള്ള ഈ ടെസ്റ്റ് നമ്മൾ കോപ്പി ചെയ്ത് നമ്മൾ ഇടാൻ പോകുന്ന വീഡിയോയുടെ ടോപ്പിക്കുമായി യോജിക്കുന്നുണ്ടോ എന്ന് കരുതി നമ്മൾ ഈ കാണുന്ന നോ നെറ്റ്വർക്ക്, ഹൗ ടു ഗെറ്റ് ഹൈ സ്പീഡ് നെറ്റ്വർക്ക് ഇൻ സിമ്പിൾ, എന്നിട്ട് ഈ അൺബോക്സിങ് ഡ്യൂഡ് എന്നുള്ള കളഞ്ഞ ശേഷം നമ്മൾ ഇത് നമ്മുടെ ടോപ്പിക്കിന് കൊടുക്കുക. അതായത് നമ്മൾ ഇതേ ടോപ്പിക് തന്നെ എടുത്തിട്ട് ഇതിൻ്റെ ഹെഡിങ് നമ്മളൊന്ന് കോപ്പി ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിടുന്ന വീഡിയോകൾക്ക് ഈ സബ് ടൈറ്റിൽ കൊടുക്കുക. ഈ സബ് ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോയുടെ തൊട്ടടിയിൽ റെക്കമെൻഡേഷൻ എന്നൊരു ഭാഗത്ത് വന്നിട്ട് നമ്മുടെ വീഡിയോയും കൊടുക്കും. അപ്പോൾ നമുക്ക് റീച്ച് ലഭിക്കും. ഇദ്ദേഹത്തിൻ്റെ പ്രകാരം നമുക്ക് റീച്ച് ലഭിക്കും. നമ്മുടെ വീഡിയോ നല്ലതാണെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സും ലഭിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ പറയുമ്പോൾ. ഇപ്പോൾ വീഡിയോ റെക്കമെൻഡേഷനിൽ നമ്മളുടെ ഇപ്പോൾ ഇതേ ഹെഡിങ് കൊടുക്കണം. ഇതിനോട് സാമ്യമുള്ള വീഡിയോകളാണ് ഈ ഫോണിൽ ചാർജ് ചെയ്യുന്ന പ്രശ്നം വരുന്നുണ്ടോ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്കുണ്ട്. ഓക്കെ, സ്പീഡില്ല, അതിനോട് ബന്ധപ്പെട്ട റെക്കമെൻഡേഷനിലും മറ്റൊക്കെ എടുത്തിട്ട് നമുക്ക് മാക്സിമം റീച്ചും വ്യൂവും ലഭിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഹെഡിങ് കോപ്പി ചെയ്യാൻ ഇതിൻ്റെ URL കോപ്പി ചെയ്ത ശേഷം നമ്മൾ ജസ്റ്റ് ഒരു ക്രോം ബ്രൗസറിൽ പോയി നമ്മൾ ആ ലിങ്ക് ഒന്ന് പേസ്റ്റ് ചെയ്യാം. ആ ലിങ്ക് പേസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഹെഡിങ് ഒന്ന് കോപ്പി ചെയ്തിട്ട് അതിനോട് ബന്ധപ്പെട്ട ഒരു വീഡിയോ എടുക്കുക. അത് നമ്മൾ നെറ്റ് സ്പീഡില്ലാത്തതിന് ചെറിയൊരു ട്രിക്കല്ല ആപ്പോടെ പരിചയപ്പെടുന്നതായിക്കോട്ടെ, നല്ല ഉപകാരപ്പെടുന്ന വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സും അതിൽ മാക്സിമം റീച്ച് ആവും. ചുരുങ്ങിയതിപ്പോൾ ഇതിന് 610K വ്യൂ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്കൊരു ചുരുങ്ങിയതൊരു 50K വ്യൂ എങ്കിലും ലഭിക്കുമെന്ന് ഞാൻ ഉറപ്പ് തരികയാണ്. കാരണം ഇത് പരീക്ഷിച്ച് വിജയിച്ച ഒരു ട്രിക്കാണ്. അപ്പോൾ ഈ ടോപ്പിക്ക് മാത്രം നമ്മൾ കോപ്പി ചെയ്യുക. എന്നിട്ട് ശേഷം നമ്മൾ സാധാ ചെയ്യണം വരെ തന്നെ എല്ലാത്തിലേക്കും നമ്മൾ ഹെഡിങ് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഈ അൺബോക്സിങ് ഡ്യൂഡ് എന്നുള്ള ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ ടിപ്സ് എന്നുള്ളത് മാത്രം കോപ്പി ചെയ്ത് നമ്മുടെ ഹെഡിങ്ങിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം റീച്ച് ലഭിക്കും. അതിനോട് ബന്ധപ്പെട്ട വീഡിയോ ആണെങ്കിൽ മാത്രം നിങ്ങൾ കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക.